In 1991, I went to Siberia as a consultant for a company. ഞാൻ 1991 സൈബീരിയയിലേക്ക് ഒരു കമ്പനിയുടെ ഉപദേഷ്ടാവായി പോയി. I represent an American company in Siberia. അവിടെയുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഉപദേശകനായി ജോലി ചെയ്യുകയാണ്. My employer was an American company. എനിക്ക് ജോലി തന്നിരുന്നത് അമേരിക്കയിലുള്ള ഒരു കമ്പനിയായിരുന്നു. Their project in Siberia, so I went there as part of my company's consultancy. സൈബീരിയയിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അതിന്റെ ഉപദേഷ്ടാവായി ഞാൻ പോയതാണ്. By the grace of God, in 2 months' time, without me knowing the Russian language, without knowing a single Christian, about 60 people turned to Christ in 1 month or 2 months. 2 മാസം കൊണ്ട് ദൈവകൃപയാൽ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ അവിടെയുള്ള ജീവിതം കൊണ്ട്, എൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പല ആളുകളും ക്രിസ്തുവിലേക്ക് ചേർന്നു വരുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. I was called by the government authorities for a meeting. അവിടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നെ ഒരു യോഗത്തിനായി ക്ഷണിച്ചു. The 5 dignitaries, they called for a meeting. അവിടെയുള്ള പ്രധാനപ്പെട്ട 5 ആളുകൾ എന്നെ വിളിച്ചു. They said, how do you know that there is a God? അവർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു ദൈവമുണ്ടെന്ന് നീ അറിയുന്നത്? I said, my life is changed. I didn't change my life. He changed my life. ഞാൻ അവരോട് പറഞ്ഞു, ഞാനത് അറിയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിയത് ദൈവമാണ്, ഞാനല്ല എൻ്റെ ജീവിതത്തെ മാറ്റിയത്. Then they asked me, അവർ പിന്നീട് എന്നോട് ചോദിച്ചു, how do you know that Jesus is alive? How do you know he rose from the dead? പിന്നീട് അവർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് നീ അറിയുന്നത്? How do you know he's alive? അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് നീ എന്തുകൊണ്ട് അറിയുന്നു? I told them, I know because this morning only he spoke to me. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെയും അവൻ എന്നോട് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു. So he's living. He spoke to me this morning. അവൻ ജീവിക്കുന്നു, ഇന്നും അവൻ എന്നോട് സംസാരിച്ചിരുന്നു. Then they asked me, how I know he's alive? തുടർന്ന് അവരെന്നോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് യേശു ഉണ്ട്, ഇന്നും ജീവിക്കുന്നുവെന്ന് അറിയുന്നത്? As you call upon his name, he will answer. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം തരും. He who comes to him, he'll never cast out. അവൻ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ അവൻ പുറത്താക്കി കളയുകയില്ല. This new life is real. ഈ പുതുജീവിതം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ അവസ്ഥയാണ്. Please ask Christ to come into your life and live his life through you, not your life, his life. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയാ, ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ, നിന്റെ ജീവിതം എന്നിൽ നിറവേറ്റപ്പെടുവാൻ, എൻ്റെ ജീവിതമല്ല നിന്റെ ജീവിതം നിറവേറ്റപ്പെടുവാൻ നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.